ഇതമ്മ ഒരു രക്ഷയമ്മ. കേട്ടല്ലോ. അപ്പോൾ ഇത് എവിടുന്നാ കിട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ സമയം കളയാതെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള ഓറഞ്ചാണ് ആവശ്യമുള്ളത്. നിങ്ങൾ തലേ ദിവസം മാത്രം ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാനിത് വെച്ച് മറന്നുപോയി, ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. പിന്നെ പല്ലുപുളിപ്പൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ റിക്വസ്റ്റ്, നിങ്ങൾ ഫ്രീസറിലൊന്നും വെക്കാൻ നിൽക്കണ്ട, വെറുതെ ഓറഞ്ചിൽ ചെയ്താൽ മതി. ഇനി ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഞാൻ കുറച്ച് കായം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി ചതച്ചതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേനും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇതുപോലെ അല്ല കേട്ടോ, നീരെടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അങ്ങോട്ട് തിന്നുക. ഇത്ര എൻ്റെ പരിപാടിയുള്ളൂ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എല്ലാത്തൊന്നും കൂടി എടുത്തിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാട്ട് മസാലയ്ക്ക് പകരം കയ്യിലുണ്ടായിരുന്ന കായത്തിൻ്റെ പൊടിയാണ്, അതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു കായത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും കൂടി പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര രസകരമായിട്ട് തോന്നിയിട്ടില്ല. അതില്ലെങ്കിൽ കുറച്ചുകൂടി നന്നായേനേയും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല ഐസിൻ്റെ തണുപ്പും മധുരവും എരിവും പുളിയും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ആ ഒരു കായത്തിൻ്റെ വെളുത്തുള്ളിനെ കുത്തൊഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളി കിടുക്കാച്ച സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി.